ഇന്നൊരു പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കിയല്ലോ. അച്ചാറുകൾ നമ്മൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ പൈനാപ്പിൾ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഞാനത് വീഡിയോ ഇട്ടിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് പൈനാപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 4 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനോ ചീനച്ചട്ടിയോ ചട്ടിയോ, ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. അത് അടുപ്പി വെച്ചിട്ട് ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കടുക് കൂടുതൽ ഇടാം. അതൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഒരല്പം ഉലുവ ഇടാം. അതും ഒന്ന് നല്ലവണ്ണം ഒന്ന് ചുവന്നുലുവ. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർന്നത് ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി അതിന് ശേഷം നമുക്ക് പച്ചമുളക് ഇടാം. പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞാൽ മതി, നീളത്തിന് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വെളുത്തുള്ളിയും വലുതാണെങ്കിൽ കീറി ഇടേണ്ട ആവശ്യമില്ല, ഫുള്ളായിട്ട് അങ്ങ് ഇടാം. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ബ്രൗൺ നിറമായി വരട്ടെ. ബ്രൗൺ നിറം, ഒരുപാട് ബ്രൗൺ നിറമാവണ്ട, ഇച്ചിരി ഒന്ന് കളർ മാറിയാൽ മതി. ആ സമയം ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഞാൻ പൊടിച്ചതാണ് ഇട്ടിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. രണ്ടോ മുളകൊക്കെ ഇട്ടപ്പോൾ നല്ല നിറം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കാശ്മീരി മുളക് പൊടിക്ക് ഒരു പ്രത്യേക നിറമാണ്. ഇനി അരിഞ്ഞു വെച്ചിരുന്ന പൈനാപ്പിൾ ഇതിലോട്ടൊന്ന് ഇടാം. ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. മുളകെല്ലാം ഈ പൈനാപ്പിൾ പിടിക്കുന്ന രീതിയിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ, പൈനാപ്പിളിൽ ആ കളർ മുളകൊക്കെ പിടിച്ചപ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട്. അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി അല്പം ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ആവശ്യത്തിന്. ഏകദേശം വെന്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ടാൽ മതി. കായം വേണമെന്നില്ല, ഓപ്ഷനിലാണ്. വേണമെങ്കിൽ പൈനാപ്പിളിന് കായം അത്ര ചേരത്തില്ല, കായപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അല്പം ഉലുവാപ്പൊടി ചേർക്കാം. പക്ഷേ കടുക് താളിച്ച സമയത്ത് നമ്മൾ ഉലുവ ഇട്ടതുകൊണ്ട് ഉലുവാപ്പൊടിയുടെ ആവശ്യവുമില്ല. നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ, നല്ല അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം ചേർക്കേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ പുളി വേണമെങ്കിലും ഒഴിക്കാം, കുഴപ്പമില്ല. പുളി നാടൻ പുളിയാണെങ്കിൽ നല്ലവണ്ണം പിഴിഞ്ഞ് കൊത്തൊന്നുമില്ലാതെ നമുക്ക് ഒഴിക്കാം, നല്ല ടേസ്റ്റായിരിക്കും. ഞാനിപ്പോൾ അല്പം വിനാഗിരിയാണ് ഒഴിച്ചത്. വിനീഗർ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പുളി ഒഴിക്കാം, കുഴപ്പമില്ല. രണ്ടിലേത് വേണമെങ്കിലും ഒഴിക്കാം. പുളി ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊഴുത്ത ഗ്രേവി കിട്ടും. ഇതാണ്ടോ, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇച്ചിരി ഒന്ന് വേവണം. ആ സമയം വരെ നമ്മൾ ഒന്ന് ചട്ടിയിലിട്ട് ഒന്ന് ചെയ്തെടുക്കണം, ഇളക്കിയെടുക്കണം. ഇതാണ്ടോ, ഇപ്പം നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അപ്പം നിങ്ങളും പൈനാപ്പിൾ കിട്ടുവാണെങ്കിൽ ഒരു അച്ചാർ വയ്ക്കുക. ഏകദേശം 1 മാസത്തോളം ഈ അച്ചാർ ഇരിക്കും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. ഭരണിയിലോ എന്തിലും ഗ്ലാസ്സിലേ വയ്ക്കാവൂ. പ്ലാസ്റ്റിക്കിൽ ഒരു കാരണവശാലും വയ്ക്കരുത്. ഓക്കെ, ബൈ.